ഏറെ വേദനയോട് നാം ബോബി അച്ഛനെ യാത്രയാക്കുകയാണ്. 1974 ബോബി അച്ഛൻ ജനിച്ചത്. ബോബി അച്ഛൻ സെമിനാരിയിൽ ചേർന്നത് 1997 പട്ടം സ്വീകരിച്ചത് 2003 വെറും 6.5 വർഷമേ ബോബി അച്ഛൻ വൈദിക പരിശീലനം നടത്തിയുള്ളൂ. സാധാരണഗതിയിൽ 11-12 വർഷം എടുക്കുന്ന വൈദിക പരിശീലനം ബോബി അച്ഛൻ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി. കാരണം അച്ഛൻ അറിയാമായിരുന്നു തനിക്ക് ഈ ഭൂമിയിലുള്ള നാളുകൾ പരിമിതമാണ് എന്ന്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ അച്ഛൻ എല്ലാ പരിശീലനവും പൂർത്തിയാക്കി 6.5 വർഷം കൊണ്ട് വൈദികനായി തീർന്നു. തൻ്റെ പൗരോഹിത്യ വഴികളിലും അച്ഛൻ അത് തന്നെയാണ് അനുവർത്തിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. 50-55 വർഷം കൊണ്ട് ചെയ്തു തീർക്കേണ്ട പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷകളൊക്കെയും അദ്ദേഹം കേവലം 1/4 നൂറ്റാണ്ടിനുള്ളിൽ ചെയ്തു തീർത്തു എന്നുള്ളത് നമ്മൾ അത്ഭുതത്തോടെ തിരിച്ചറിയുകയും, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് ഉത്തരവാദിത്വത്തോടെ പറയാൻ തക്ക വിധത്തിൽ തൻ്റെ പൗരോഹിത്യ വഴികളിലുടനീളം വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട ബോബി അച്ഛൻ യാത്രയാകുമ്പോൾ മാനുഷികമായി നമുക്ക് ദുഃഖങ്ങളുണ്ട് എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ ദുഃഖത്തിന് അതീതമായി ബോബി അച്ഛൻ്റെ ശ്രേഷ്ഠമായ മഹിതമായ പൗരോഹിത്യ ജീവിതത്തെ നാം ധ്യാന വിഷയമാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ബോബി അച്ഛനെ ഒരിക്കൽ പരിചയപ്പെട്ടാൽ ആർക്കും മറക്കാനാവാത്ത വിധത്തിൽ ഹൃദയത്തിൽ ഇടം നേടാനുള്ള അസാധാരണമായ ആത്മബന്ധത്തിൻ്റെ ഇഴയെടുപ്പം അച്ഛനെല്ലാവരുമായി സൂക്ഷിച്ചിരുന്നു. തലശ്ശേരി അതിരൂപതയിലെ വൈദികരൊന്നടങ്കം ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ ആയിരിക്കുന്നതിൻ്റെ കാരണം ബോബി അച്ഛന് മനുഷ്യൻ്റെ ഹൃദയങ്ങളോട് സംവദിക്കാനുള്ള അത്ഭുതാവഹമായ കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ബോബി അച്ഛൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പുരോഹിതർ ചില പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ബോബി അച്ഛൻ്റെ കൂടെ ഞാൻ സന്ദേശഭവനിൽ 3 വർഷക്കാലം ജീവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ ആരായിരുന്നുവെന്നും അച്ഛൻ്റെ ജീവിത വീക്ഷണങ്ങൾ എന്തായിരുന്നുവെന്നും വളരെ ഹൃദയപൂർവ്വം അടുത്തറിയാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു ബോബി അച്ഛൻ എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാവിലെ സന്ദേശഭവൻ ചാപ്പലിൽ ആരാധന നടത്താൻ ഞങ്ങളെന്നും ഒരുമിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെക്കാളും പ്രാർത്ഥിക്കുന്നത് ബോബി അച്ഛനായിരുന്നു. ദൈവത്തെ കണ്ടവന് പ്രാർത്ഥനയുടെ രുചി അറിയാം. അതറിഞ്ഞവൻ നിരന്തരമായി പ്രാർത്ഥിക്കുന്നതിൽ വീഴ്ച വരുത്താറില്ല. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പല വിചാരത്തിൽ മുഴുകുകയും വിരസമാവുകയും വാച്ചിനെ നോക്കി അരമണിക്കൂറിനുള്ളിൽ പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്ന ശൈലികൾ ഉണ്ടാകുമ്പോൾ ഓർക്കുക, ഈ ബോബി അച്ഛനെ പോലെയുള്ളവർ പ്രാർത്ഥനയുടെ ഒരു വലിയ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. രോഗാവസ്ഥയിൽ കഠോരമായ വേദനയ്ക്ക് നടുവിൽ അച്ഛനെ ഫോൺ വിളിക്കുമ്പോൾ വീഡിയോ കോളിൽ അച്ഛൻ്റെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാണാൻ ഞാൻ ഫോൺ നിർത്താം എന്ന് ഞാൻ പറഞ്ഞാലും അച്ഛൻ തുടർന്നും സംസാരിക്കുമായിരുന്നു. ഇത്രയും വേദനയിൽ ഇരിക്കാനോ നിൽക്കാനോ കിടക്കാനോ സാധിക്കാത്ത വിധം പ്രത്യേകമായൊരു കസേരയിൽ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അച്ഛനോട് തുടർന്ന് സംസാരിക്കുക നമുക്ക് വേദനാജനകമായ അനുഭവമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു, പിതാവേ, ഈശോ വേദനിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ വേദന എത്രയോ നിസ്സാരമാണ്. ശരിക്കും അദ്ദേഹം പ്രാർത്ഥനയുടെ മനുഷ്യനാണ് എന്ന്, ആധ്യാത്മികതയുടെ ആഴം അറിഞ്ഞ വ്യക്തിയാണ് എന്ന് എനിക്ക് ബോധ്യം വന്ന നിമിഷങ്ങളായിരുന്നു. അവസാനമായി നാട്ടിൽ അവധിക്ക് വന്നപ്പോൾ അത്യാവശ്യം കാണേണ്ടവരെ എല്ലാം കണ്ട ശേഷം ബോബി അച്ഛൻ ദൈവകരുണയുടെ മാതാവിൻ്റെ ആശ്രമത്തിൽ പോയി എല്ലാ ദിവസവും വൈകുന്നവരെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് അദ്ദേഹം തന്നെ, ഞാൻ വേറെ ഒന്നിനും പോയില്ല പിതാവേ, ഞാൻ പ്രാർത്ഥനയിലായിരുന്നു ഈ ദിവസങ്ങളത്രയും.
അച്ഛന് ഒരുപക്ഷെ അതേക്കുറിച്ച് അറിയാമായിരുന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛൻ വരുന്നതിന് മുൻപ് പെറ്റ് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടാണ് പോയത്. വന്നത് നാട്ടിൽ. അതിൻ്റെ റിസൾട്ട് ഒരുപക്ഷെ അച്ഛൻ അറിയത്തില്ല. പക്ഷേ അച്ഛൻ്റെ രോഗാവസ്ഥ വളരെ കഠിനമാണ് എന്നായിരുന്നു ആ റിസൾട്ട്. പക്ഷേ അച്ഛൻ അതിനെക്കുറിച്ചൊന്നും അല്പം പോലും പതറിയില്ല. ഇന്ന് ലാസറിൻ്റെ വെള്ളി ആണ് സിറോ മലബാർ സഭ ഈ ദിവസത്തെ വിളിക്കുക. ലാസറിൻ്റെ വെള്ളിയിൽ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ ചെയ്യുക എന്നത് കേവലം യാദൃശ്ചികം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അച്ഛൻ സഹനത്തെക്കുറിച്ച്, രോഗത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത് ലാസറിൻ്റെ സഹോദരിയോട് ഈശോ പറഞ്ഞ വാക്യമാണ്. നമ്മൾ ഇന്നലെ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷ നടത്താൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. എങ്കിലും എംബസിയിലെ ഉദ്യോഗസ്ഥൻ ഒരു ദിവസം അവധിയായതുകൊണ്ട് നമുക്കൊരു ദിവസം കൂടി നീട്ടിവെക്കേണ്ടി വന്നത്. ബോബിയച്ചൻ പറഞ്ഞു, ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ തീഷ്ണതയോടെ നിനക്ക് ഞാൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുക. ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി തീഷ്ണതയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുക. നീ എൻ്റെ കൂടെ ഉണ്ട് എങ്കിൽ എന്നെ രോഗം കീഴ്പ്പെടുത്തുകയില്ല. പക്ഷേ ബോബിയച്ചൻ അതിനുശേഷം വായിച്ച സുവിശേഷൻ ബോബിയച്ചൻ പറഞ്ഞു, ഈ ലാസറിൻ്റെ കഥയാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മാനുഷികമായ ചിന്ത മാത്രമാണ്. അതിനപ്പുറത്ത് ഈശോയോട് സഹോദരി പറയുന്നുണ്ട്, കർത്താവേ, നീ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. പലപ്പോഴും നമ്മുടെ സഹനങ്ങളിലും സങ്കടങ്ങളിലും മരണത്തിൻ്റെ അവസരങ്ങളിലുമൊക്കെ കർത്താവെ, നീ കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ലാസറിൻ്റെ സഹോദരിയോട് ഈശോ പറഞ്ഞു, അവൻ നിത്യമായും ജീവിക്കും. ബോബിയച്ചനോട് പറഞ്ഞു, അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് പിതാവേ. നമ്മൾ നിത്യമായി ദൈവത്തോടു കൂടെ ആയിരിക്കുന്നതല്ലേ ശരിയായ ജീവിതം എന്നത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എങ്ങനെ ജീവിക്കണമെന്നറിയാം, എങ്ങനെ പ്രവർത്തിക്കണമെന്നറിയാം, എന്ത് സംസാരിക്കണമെന്നറിയാം, തൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്ന് വളരെ കൃത്യമായ ബോധ്യമുണ്ട്. പലപ്പോഴും നമ്മുടെ വാക്കുകൾ അസ്വസ്ഥത ജനിപ്പിക്കുന്നതും പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതുമാകുന്നതിൻ്റെ പിന്നിൽ ബോബിയച്ചൻ നമുക്ക് പകർന്നു തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. അത് പ്രാർത്ഥനയുടെ കുറവാണ്. പണിയപ്പാറ ഇടവകക്കാരിവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ആ ഇടവകയെ അപ്രകാരം കൂട്ടായ്മയുടെ ഒരു ഇടവകയായി രൂപപ്പെടുത്തിയത്, ശൂന്യതയിൽ നിന്ന് ഒരു ദേവാലയത്തെ അത്ഭുതകരമായ തീർത്ഥാടനാലയമാക്കി മാറ്റിയത് ബോബിയച്ചൻ്റെ ഈ പ്രാർത്ഥന തീഷ്ണതയായിരുന്നു എന്ന് നാം എത്രയോ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും ധ്യാനിക്കേണ്ടതുമായ വിഷയമാണ്. എങ്ങനെയാണ് ഒരു ആലയം തീർത്ഥാലയമായി തീരുന്നത് എന്ന് ബോബിയച്ചനിൽ നിന്നാണ് മറ്റു വൈദികർ പഠിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാത്തൻപാറ ഇടവകയിൽ വന്നപ്പോൾ ചെരുപ്പ് പോലും ഇടാതെ മലയാറ്റൂർക്ക് മല നടന്നു കയറുക, അത് ബോബിയച്ചൻ തുടങ്ങി വെച്ച ഒരു ഭക്താഭ്യാസമാണ്. പിന്നീട് പല വൈദികരും ആ ഒരു പ്രാർത്ഥനയുടെ അരൂപി സൂക്ഷിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ അദ്ദേഹം നടന്ന വഴികൾ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കേണ്ട വഴികളായിരുന്നു എന്ന് ആ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി എനിക്ക് ബോബിയച്ചനെ കുറിച്ചുള്ള ധ്യാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശാന്തതയും സൗമ്യതയുമാണ്. ആരോടും കലഹിക്കാത്ത മനുഷ്യൻ. ആരെങ്കിലും അദ്ദേഹത്തോട് വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചാൽ പോലും അദ്ദേഹം അതിൽ നിന്നെല്ലാം പിന്മാറും. ശാന്തതയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ബോബിയച്ചൻ അറിയാമായിരുന്നു. കാരണം ദൈവത്തെ കണ്ടവന് ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് പിടിവാശി കാണിക്കുന്നത്, കലഹിക്കുന്നത്? ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ച പല പ്രതിസന്ധികളും ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഒരാളോട് പോലും അദ്ദേഹം എതിർത്ത് സംസാരിക്കുകയോ കലഹിക്കുകയോ ചെയ്തില്ല. അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കിയ ആളെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും രണ്ട് കുറ്റം പറയാം.
അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുക. ഒരുത്തൻ ഒരാളോട് പണക്കമുണ്ടെങ്കിൽ അവനെക്കുറിച്ച് രണ്ട് കുറ്റം പറയും. പക്ഷേ ബോബിയച്ചൻ ഉടനെ തടയും. അതങ്ങനെയല്ല, മിക്കവാറും ഇന്ന കാരണത്താലാകും അവൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അത്ഭുതപ്പെടുത്തുന്ന ഹൃദയ ശാന്തതയുടെ ഉടമയായിരുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏത് മനുഷ്യനും എത്ര ദീർഘനേരം വേണമെങ്കിലും ബോബിയച്ചൻ്റെ അടുക്കൽ പോയിരുന്ന് സംസാരിക്കാം. ശാന്തതയോടെ കേട്ട് എല്ലാവരുടെയും ഹൃദയത്തെ ശാന്തമാക്കാൻ തൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തത സംസാരത്തിലൂടെ, കേൾവിയിലൂടെ അവരൻ്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് അജപാലനം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്നു. പ്രിയപ്പെട്ട വൈദികരെ, നമ്മൾ പഠിക്കേണ്ട മറ്റൊരു വലിയ പാഠമാണ്. നമ്മൾ പലപ്പോഴും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ഉരുളയ്ക്കുപേരി പോലെ മറുപടി പറയുകയും ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടാറുണ്ട്, പ്രലോഭിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ ബോബിയച്ചൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ഈ ശാന്തതയാണ് അജപാലനം. ശാന്തമായ കേൾവിയാണ് അജപാലനം. കേൾവിയാണ് സൗഖ്യം. ബോബിയച്ചൻ അല്പം പോലും ഈഗോ ഇല്ലാത്ത ഒരു മനുഷ്യനായി. തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടണമെന്നോ തൻ്റെതായ എന്തെങ്കിലും കരുതണമെന്നോ ഏതെങ്കിലും സ്ഥാനങ്ങൾ വേണമെന്നോ അച്ഛൻ ഒരിക്കലും ആഗ്രഹിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ അവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്നവരെ അച്ഛൻ ആദ്യം പരിചയപ്പെടും. നമ്മളൊക്കെ അവിടുത്തെ വലിയവരെ പരിചയപ്പെടാൻ ശ്രമിക്കുമ്പോൾ ബോബിയച്ചൻ ഏറ്റവും താഴെ തട്ടിലുള്ളവരുടെ ഒപ്പം നടക്കും, അവരുടെ പേര് ചോദിക്കും, അവരോട് വർത്തമാനം പറയും, അവരുടെ കൂടെ ഇരുന്ന് കാപ്പി കുടിക്കും. ബോബിയച്ചൻ്റെ ഈ ജീവിത ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ അജപാലനം സകലർക്കും ഹൃദയാവർജകമായി തീർന്നത്. നമുക്ക് ബോബിയച്ചനിൽ നിന്ന് പഠിക്കാനുള്ളത്, നമുക്ക് ഈഗോ ഇല്ല എങ്കിൽ കർത്താവിന് ഒട്ടും ഈഗോ ഇല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒപ്പം നടന്നതിൽ സന്തോഷിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നെങ്കിൽ പ്രിയപ്പെട്ട ബോബിയച്ചനും അത്തരത്തിലായിരുന്നു. സ്നാപക യോഹന്നാൻ പറഞ്ഞു, അവൻ വളരണം, ഞാൻ കുറയണം. ബോബിയച്ചന് ഒരു ജീവിത ദർശനം തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു അത് ഈ ഒരു വചനമായിരിക്കും. തൻ്റെ സഹപ്രവർത്തകരെ കുറിച്ച്, തന്നോടൊപ്പമുള്ള എല്ലാവരെയും കുറിച്ച് ബോബിയച്ചൻ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരുന്നത് ഈ ഒരു വലിയ സത്യമാണ്. കത്തീഡ്രൽ പള്ളിയിൽ ഞങ്ങളൊരിക്കൽ വിശ്വാസവർഷ ധ്യാനത്തിന് പോയി. അന്ന് ഞാൻ നിത്യജീവനെ കുറിച്ചാണ് അവിടെ പ്രസംഗിച്ചത്. പ്രസംഗിക്കുമ്പോൾ ബോബിയച്ചൻ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട്, ഞാൻ ശുദ്ധീകരണ സ്ഥലത്തെ കുറിച്ച് അന്ന് പ്രസംഗിച്ചു. അപ്പോൾ ബോബിയച്ചൻ പറഞ്ഞു, ഈ ശുദ്ധീകരണ സ്ഥലം ഒന്ന് ഒഴിവായി കിട്ടിയാൽ മതിയായിരുന്നു. മരിച്ചാൽ നേരിട്ട് സ്വർഗത്തിൽ പോകണം, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. പ്രിയപ്പെട്ടവരെ, ബോബിയച്ചൻ കഠിനമായ വേദനകളിലൂടെ തൻ്റെ ശുദ്ധീകരണ സ്ഥലം ഈ ഭൂമിയിൽ തന്നെ പൂർത്തിയാക്കിയാണ് നിത്യതയിലേക്ക് കടന്നുപോയത്. ഒരു മനുഷ്യൻ എങ്ങനെ സഹിക്കണം, ഒരു വിശ്വാസി എങ്ങനെയാണ് സഹിക്കേണ്ടത്, ഒരു പുരോഹിതൻ സഹനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിൻ്റെ സജീവമായ സാക്ഷ്യമായിരുന്നു പ്രിയപ്പെട്ട ബോബിയച്ചൻ്റെ ജീവിതം. ബോബിയച്ചനെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ കൊടുക്കാം. തലശ്ശേരി അതിരൂപത സ്വർഗത്തിന് സമ്മാനിക്കുന്ന ഏറ്റവും മൂല്യമുള്ള പൗരോഹിത്യ ജീവിതം എന്ന അഭിമാനബോധത്തോടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ബോബിയച്ചനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ബോബിയച്ചൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ബോബിയച്ചൻ നമുക്ക് ഒരത്ഭുതമാണ്. അദ്ദേഹത്തെ അറിഞ്ഞവർക്കെല്ലാം അദ്ദേഹം ഒരു വിസ്മയമാണ്. അദ്ദേഹം വിശ്വാസത്തിൻ്റെ സജീവമായ സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട ബോബിയച്ച, അങ്ങയെ ഞങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കേറെ ദുഃഖമുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബോബിയച്ചനെ ഇത്രയും വേഗത്തിൽ വിളിച്ചത്. പക്ഷേ ഞങ്ങൾക്കറിയാം, ഞങ്ങളോടൊത്തായിരിക്കുന്നതിനേക്കാളും ബോബിയച്ചനും സന്തോഷിക്കുന്നത് അങ്ങയോടൊത്തായിരിക്കുന്നതിലാണ്. ബോബിയച്ചനെ അങ്ങേക്ക് അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ അങ്ങയുടെ തിരുഹൃദയത്തോട് അവനെ ചേർത്ത് നിർത്തുന്നത് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഈ സങ്കടത്തെ അതിജീവിക്കാൻ ബലം തരുന്നു.
ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.